നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് പലപ്പോഴും മനസ്സിലാവുന്നുണ്ട് ശ്രീലക്ഷ്മി എന്തായിരുന്നെന്നും എങ്ങനെയായിരുന്നെന്നും. പക്ഷേ ഒരിക്കലും എനിക്കെങ്ങനെ ആവാൻ കഴിയില്ലെന്നും അറിയാം. ഭർത്താവ് സ്നേഹത്തോടെ വന്ന് കോരിയെടുക്കുന്ന, തലമുടിയിൽ തഴുകി അവളെ സ്നേഹിക്കുന്ന, ചെവിയിൽ വന്ന് രഹസ്യം പറഞ്ഞ് അവളെ ചിരിപ്പിക്കുന്ന, പ്രശ്നങ്ങളിൽ നെഞ്ചോട് ചേർക്കുന്ന ഒരു ഭർത്താവിനെ ശ്രീലക്ഷ്മി ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ കൺമണി ജീവിച്ചതും ജീവിക്കുന്നതും ആ ചുറ്റുപാടുകളിലല്ലല്ലോ സർ. ജനസമൃദ്ധിയുള്ളൊരു പെണ്ണായിരുന്നില്ലേ ശ്രീലക്ഷ്മി? ഞാനോ ഇന്നല്ലെങ്കിൽ നാളെ പടിയിറങ്ങേണ്ടവള. അതിനിടയിലേക്ക് വലിയ ബന്ധങ്ങൾക്ക് ഞാൻ നിൽക്കില്ല. എനിക്കറിയാം ശ്രീലക്ഷ്മി സാർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളുടെ സാമീപ്യം സാർ ആഗ്രഹിക്കുന്നുണ്ട്. അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ സാറിന്റെ മനസ്സ് വെമ്പുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രണയത്തിന്, നിങ്ങൾ തമ്മിലുള്ള പിണക്കത്തിന്, നിങ്ങൾ തമ്മിലുള്ള ജീവിതത്തിന് ഈ 4 ചുവരുകളും സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൺമണിയെ സാർ മറക്കണം. സാറിന്റെ ശ്രീലക്ഷ്മി ഇന്നല്ലെങ്കിൽ നാളെ ഈ വീടിന്റെ പടി കയറി വരും എന്ന് സാറിന്റെ വിശ്വാസം. നിങ്ങളുടെ പ്രണയത്തെ ദൈവത്തിന് പോലും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള താൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 4 ചുവരുകളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, താൻ എന്റെ ശ്രീലക്ഷ്മിയാണെന്ന്. സർ, ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും സാറിന് മനസ്സിലാവില്ല. സാറ് ശ്രീലക്ഷ്മി എന്ന ആളിൽ കുടുങ്ങിക്കിടക്കുക. ഭക്ഷണം കൊണ്ടോ വിശന്നിട്ട് തല ഇറങ്ങുന്നു. വേറെ ആരുമില്ലേ എനിക്ക് ഭക്ഷണം കൊണ്ടുവരാൻ? അതെന്താ രഘു, ഞാൻ വിളമ്പി തന്ന രഘു കഴിക്കില്ലേ? ഇല്ല. നിങ്ങളാണോ ഇവിടുത്തെ സെർവന്റ്? അല്ലല്ലോ. അവർക്കകത്ത് വേറെ ജോലിയുണ്ട്. സെർവന്റ് വിളമ്പി തന്നാ മാത്രമേ രഘു കഴിക്കുള്ളോ? സെർവന്റ് എന്നെ വേണോന്നില്ല, നീ ആയാലും മതി. ഓ, പറയുന്ന പോലെ ഞാനും ഇവിടുത്തെ ഒരു സെർവന്റ് ആണല്ലോ. യൂണിഫോം ഇല്ലെന്നല്ലേ ഉള്ളൂ. നീയേ വെറുതെ അവരുമായി നിന്നെ താരതമ്യപ്പെടുത്തണ്ട. അവര് നല്ല പോലെ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ. ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അത് ജോലിക്കാരിയെ പോലെയാണ് കാണുന്നതെന്ന് നിനക്ക് ഇപ്പൊ തോന്നിയില്ലേ? അവിടെ തുടങ്ങുന്നുണ്ട് ഒരു ഭാര്യ എന്ന നിലയിലുള്ള നിന്റെ പരാജയം. ശരി, എന്റെ ജയപരാജയത്തിന്റെ കണക്ക് അവിടെ നിക്കട്ടെ. ഇപ്പൊ എന്താണ് പ്രശ്നം?
എന്റെ അമ്മ ഭക്ഷണം എടുത്തു തന്നാൽ എന്താണ് കുഴപ്പം? ഗായത്രി അമ്മയെ പോലെ തന്നെയല്ലേ? ഹ, അല്ല, ഒരിക്കലും അല്ല. അതെ, എന്റെ അമ്മ എടുത്തു തരുന്ന ഭക്ഷണത്തിൽ സ്നേഹം ഉണ്ടാവും, വാത്സല്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മതിയായാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അല്ലാതെ നിന്റെ അമ്മയെ പോലെ ദുർമുഖവുമായിട്ടല്ല ഭക്ഷണം എടുത്തു തരേണ്ടത്. സ്നേഹവും വാത്സല്യവും കുറച്ച് കുറഞ്ഞാലും ഇതും അമ്മ തന്നെയാ. രഘു വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതാ. ഇപ്പോഴും ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. നിന്റെ കടമയാണ് എനിക്ക് ആഹാരം വിളമ്പിത്തരേണ്ടത്. അത് നീ വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, നിന്റെ അമ്മ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ്. വന്നതിന് ശേഷമുള്ള കഥകള് ഞാൻ പറയണ്ടല്ലോ. നീ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ ഓക്കെ. നീ നോക്കി നിൽക്കുകയും നിന്റെ അമ്മ എനിക്ക് ഭക്ഷണം എടുത്ത് തരികയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സംസാരിക്കേണ്ടി വന്നത്. ചുരുക്കി പറഞ്ഞ, ഇല്ലാത്ത സ്നേഹവും കൊണ്ട് എന്നെ ഊട്ടാൻ വരണ്ട എന്ന്. സമാധാനത്തോടെ വല്ലതും കഴിക്കാൻ വന്നാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ നാശം പിടിക്കാൻ. യമുന, ആ ഇതെടുത്ത് ആ ബേസിനകത്തിട്ടേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.